ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. വരുന്ന ജൂലൈ 4-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തങ്ങളുടെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ ചെയ്യണം എന്ന പട്ടിക തയ്യാറാക്കുകയാണ് പ്രധാനമന്ത്രി ഋഷി സുനക്. 12 മാസം പൂർണ്ണസമയം യുവാക്കളുടെ സൈനിക സേവനം അതിൽ ഒന്നാണ്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജന വസ്തുക്കളിൽ ഉയർന്ന തോതിൽ ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനികളുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്ന് ആഗോള ഭക്ഷ്യ നിയന്ത്രണ ഏജൻസികൾ അന്വേഷണം തുടങ്ങി. പ്രമുഖ മുൻനിര ബ്രാൻഡുകളായ MDH, എവറസ്റ്റ് എന്നിവയുടെ സംസ്കരണ നിർമ്മാണ പ്ലാന്റുകളിൽ ഇത് സംബന്ധിച്ച പരിശോധന ആരംഭിച്ചതായി രാജ്യത്തെ സുഗന്ധവ്യഞ്ജന കയറ്റുമതിയുടെ ചുമതലയുള്ള സ്പൈസസ് ബോർഡ് അറിയിച്ചു. ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള കൂടുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. ജൂൺ 2, 4, 6 ദിവസങ്ങളിലെ കോഴിക്കോട് മസ്കറ്റ് വിമാനവും ജൂൺ 3, 5, 7 ദിവസങ്ങളിലെ മസ്കറ്റ് കോഴിക്കോട് സർവീസുകളും റദ്ദാക്കി. സ്വവർഗ അനുരാഗികളെ അധിക്ഷേപിക്കുന്ന വാക്കുപയോഗിച്ചു എന്ന ആരോപണത്തിൽ മാപ്പ് ചോദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാൻ വക്താവാണ് ഇമെയിലിലൂടെ മാപ്പപേക്ഷ അറിയിച്ചത്. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും നോർവേയും അയർലൻഡും. ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭരണം നഷ്ടമാകുമെന്ന പ്രചാരണം ശക്തമാക്കി ഇന്ത്യ സഖ്യം. മോദിയും അമിത്ഷായും ജൂൺ 4-ന് തൊഴിൽ രഹിതരാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. തന്നെ ദൈവം അയച്ചതാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വ്യവസായികളായ ഗൗതം അദാനിയെയും മുകേഷ് അംബാനിയെയും സഹായിക്കാനാണ് മോദിയെ ദൈവം അയച്ചതെന്നും അല്ലാതെ കർഷകരെയും തൊഴിലാളികളെയും സേവിക്കാനല്ലെന്നും രാഹുൽ പറഞ്ഞു. കാലവർഷക്കാറ്റ് ശക്തമായതോടെ തെക്കൻ മധ്യ കേരളത്തിൽ ചൊവ്വാഴ്ച മഴ കനത്തു. കേരളത്തിൽ ചൊവ്വാഴ്ച വിവിധയിടങ്ങളിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തു. കുട്ടികളുടെ സാമൂഹ്യ, സാംസ്കാരിക, വൈജ്ഞാനിക, വൈകാരിക മേഖലകളിലെ സമഗ്ര വികാസം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ മൂല്യനിർണ്ണയ പരിഷ്കരണം നടത്തുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ ഗുണമേന്മ വിദ്യാഭ്യാസത്തിനായുള്ള മൂല്യനിർണ്ണയ പരിഷ്കരണം എന്ന വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ കോൺക്ലേവിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മന്ത്രി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെൻറും മുൻ താരവുമായ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകനായി ചുമതലയേറ്റെടുക്കാൻ ധാരണയായതായി റിപ്പോർട്ടുകൾ. മെൻറായ പ്രഥമ സീസണിൽ തന്നെ കൊൽക്കത്ത ടീമിനെ ഗംഭീർ കിരീടത്തിൽ എത്തിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.